ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള 1.5 കിലോ വെയിറ്റ് വരുന്ന ബ്ലൂബെറി കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനായിട്ട് ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1.5 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടിയാണ് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് ആരും മറക്കരുത്. ഫേസ്ബുക്കിൽ കൂടിയാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ പേജ് ഒന്ന് ഫോളോ കൂടി ചെയ്യണേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി മറക്കല്ലേ. ഇനി നമുക്കിത് മൂടി വെച്ചൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. വേറൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 6 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. 1.5 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലാത്തവർ ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതിയാകും. ഇതിൻ്റെ കൂടെ 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ പൊടിക്കാത്ത പഞ്ചസാര തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ല ഫ്ലഫി ആയിട്ട് നമ്മുടെ എഗ് ബാറ്റർ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ പൊടിക്കാത്ത പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ചായിട്ടാണ് പഞ്ചസാര ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് ചേർക്കുക, അതിനുശേഷം വീണ്ടും കുറച്ച് ചേർക്കുക. അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് നല്ല റിബൺ പോലെ ആകുന്നത് വരെ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. സാധാരണ കടകളിൽ നിന്ന് വാങ്ങുന്ന ബ്ലൂബെറി കേക്ക് വാനില സ്പഞ്ചിലാണ് ചെയ്ത് തരാറ്. ഞാനിവിടെ സെയിൽ ചെയ്യുമ്പോൾ ഈ എഗ് ബാറ്ററിലേക്ക് കുറച്ച് ബ്ലൂബെറിയുടെ ക്രഷും കൂടി ആഡ് ചെയ്തിട്ടാണ് ചെയ്ത് കൊടുക്കാറ്. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് നമ്മുടെ ബ്ലൂബെറി കേക്കിന് കിട്ടും. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ ബ്ലൂബെറിയുടെ ക്രഷാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മലാല എന്ന് പറയുന്ന കമ്പനിയുടെ ക്രഷാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. 6 ടേബിൾ സ്പൂൺ ക്രഷ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഹൈ സ്പീഡിലിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് ബാറ്ററിൽ എല്ലായിടത്തും നമ്മുടെ ക്രഷ് ആവാൻ വേണ്ടിയിട്ടാണ് ഹൈ സ്പീഡിലിട്ട് തന്നെ ഞാനിവിടെ ബീറ്റ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ടൊന്ന് ബീറ്റായി വന്നതിന് ശേഷം ബീറ്റർ ഓഫ് ചെയ്ത് വയ്ക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 1/4 കപ്പ് ആണ് അതിൻ്റെ അളവ്. 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഫസ്റ്റത്തെ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ബീറ്റ് ചെയ്താൽ നമ്മുടെ എഗ് ബാറ്റർ താന്നു പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ബീറ്റർ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് മൈദ മിക്സ് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബീറ്ററിൻ്റെ ബ്ലേഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കേക്കൊക്കെ ചെയ്യുന്നവർ ഒരു സ്പാച്ചുല യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പതിയെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി കുറച്ചും കൂടി മൈദപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളൊരു കേക്ക് ചെയ്യുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഈ എഗ് ബാറ്ററിൽ മൈദപ്പൊടി ഇട്ടതിന് ശേഷമുള്ള മിക്സിംഗ് ആണ്. ഈ മിക്സിങ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് റെഡിയായി എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ ഇളം ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സാധാരണ വാനില സ്പഞ്ചൊക്കെ തയ്യാറാക്കുമ്പോൾ 6 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇവിടെ
ബ്ലൂബെറിയുടെ ക്രഷ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് 4 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്തത്. കാരണം ബ്ലൂബെറി ക്രഷിൽ കുറച്ച് ലിക്വിഡ് ആയിട്ടുള്ളതാണ് ബ്ലൂബെറി ക്രഷ്. അതിൻ്റെ പേരിലാണ് 4 ടേബിൾ സ്പൂണ് പാല് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ചില ആൾക്കാർക്ക് ചെറിയ സംശയം വരും, അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ എടുത്ത് പറഞ്ഞത് കേട്ടോ. ഇനി വീണ്ടും കുറച്ചും കൂടി മൈദ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലാകുന്നില്ല എങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ കമൻ്റായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി ഇത് ഫസ്റ്റ് സ്പീഡിലിട്ട് ഞാനൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്പാച്ചില യൂസ് ചെയ്തിട്ട് സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന എഗ് ബാറ്റർ ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇത്രയും നേരം ബീറ്റർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാനിവിടെ ഫോൾഡ് ചെയ്തത്. പക്ഷേ നമ്മുടെ എഗ് ബാറ്റർ നല്ല ഫ്ലഫി ആയിട്ട് നല്ല റിബൺ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ തന്നെ കിട്ടണം കേട്ടോ. ഇത് ഞാനൊരു 9 ഇഞ്ചിൻ്റെ പാനിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് ഒരു ബട്ടർ പേപ്പർ വെച്ച് കുറച്ച് മൈദ ഇട്ട് നന്നായിട്ട് ടെസ്റ്റ് ചെയ്ത് കൊടുത്ത പാനിലേക്കാണ് ഈ എഗ് ബാറ്റർ ഫുള്ളായിട്ട് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. എഗ് ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ സ്പഞ്ച് ബേക്കായി വന്ന് കഴിയുമ്പോൾ ഒരേ ലെവലിൽ തന്നെ നമ്മുടെ സ്പഞ്ച് ഇരിക്കുള്ളൂ. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത്. 170 ഡിഗ്രി സെൽഷ്യസിൽ 45 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് ഈ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു. കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമായിരിക്കണം പിന്നീട് ഇത് ഐസിങ് ചെയ്യേണ്ടത്. നല്ല ചൂടിനെ തന്നെ ഡിമോൾഡ് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ അത് കട്ട് ചെയ്തെടുക്കാനോ ആയിട്ട് ആരും ശ്രമിക്കരുത്. സ്പഞ്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം ഈ പാനിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുക്കുക, അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇതൊക്കെ ഒരു ടിപ്പാണ്. അപ്പോൾ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാം, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് ഓവനിൽ വെച്ചിട്ട് ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഇനി നമുക്ക് ഐസിങ് ചെയ്യുന്നത് കാണിച്ചു തരാം. 12 ഇഞ്ച് വലിപ്പമുള്ള ഒരു റൗണ്ട് ബേസിലേക്കാണ് ഞാനിത് ചെയ്ത് കാണിച്ചു തരുന്നത്. ആദ്യം തന്നെ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫിയോണയുടെ ക്രീമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. 2 കപ്പ് ഫിയോണയുടെ ക്രീമിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുത്തതാണ് ക്രീം. ഇനി ഒരു ലെയർ സ്പഞ്ച് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യുക. ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത് 1 കപ്പ് വെള്ളത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, ഒരു പിഞ്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അതിന് ശേഷം തണുത്തെടുത്തതാണ് ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് എല്ലായിടത്തും ഒരേപോലെ ആക്കി കൊടുക്കാം. ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ക്രഷാണ്. ബ്ലൂബെറിയുടെ ക്രഷാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ബ്ലൂബെറിയുടെ ക്രഷ് കുറച്ചധികം തന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ബ്ലൂബെറിയുടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. എല്ലായിടത്തും ഒരേപോലെ ക്രഷ് ആകുന്നത് വരെ ഒരു നൈഫ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. നൈഫ് ഇല്ലാത്തവർ പഴയൊരു ATM കാർഡ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വൈറ്റ് ചോക്ലേറ്റാണ് ഞാനിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും അടുത്ത പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കാം. അങ്ങനെ 3 പീസ് ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ എല്ലാവരും ഫോളോ ചെയ്ത് കാണാനായിട്ട് ശ്രദ്ധിക്കുക. സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ മിസ്സായി പോവും.
ആ മിസ്സായി പോയിട്ട് കാണുന്നതിനേക്കാളും നല്ലതല്ലേ ഫുൾ വീഡിയോ കണ്ടിട്ട് കേക്ക് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരിക്കലും ഫ്ലോപ്പായി പോവാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലൂബെറി കേക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. ഇനി ലാസ്റ്റത്തെ ലെയർ വെച്ച് കൊടുത്തിട്ട് മുകളിൽ നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മുകളിൽ നന്നായിട്ട് ഒരേപോലെ ലെവലാക്കി എടുക്കുക. അതിന് ശേഷം അടിയിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഞാൻ അതുപോലെയാണ് ചെയ്യുന്നത്. കുറച്ച് കളറൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ക്രീമിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുത്തത്. താങ്ക്സ് ഫോർ